നമ്മൾ യുവാക്കളുടെ കാര്യം എടുക്കുക. യുവജനങ്ങളുടെ രംഗത്ത് നമ്മുടെ പഞ്ചായത്തിനകത്ത് യാതൊരു കൂട്ടായ്മയും നേരത്തില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ പരിശോധിച്ചാൽ കാണാൻ കഴിയും 40ഓളം ക്ലബ്ബുകൾ കൃത്യമായി രജിസ്റ്റർ ചെയ്യുകയും ആ രജിസ്റ്റർ ചെയ്ത മുഴുവൻ ക്ലബ്ബുകൾക്കും എല്ലാ വർഷവും നമ്മൾ സ്പോർട്സ് കിറ്റുകൾ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള സ്പോർട്സ് കിറ്റുകൾ നമ്മൾ നൽകുകയാണ്. കഴിഞ്ഞ വർഷങ്ങളും അതിന് മുമ്പത്തെ വർഷങ്ങളിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഷട്ടിൽ കോർട്ട് സ്ഥാപിച്ചിരിക്കുക. അത് വളരെ ശ്രദ്ധേയമായിട്ട് NREGSൻ്റെ സ്റ്റേറ്റ് മിഷൻ തന്നെ അത് പരസ്യപ്പെടുത്തിയിട്ടുണ്ട്. വളരെ നല്ല രീതിയിൽ അത് കോർട്ട് തയ്യാറാക്കുന്നതിനും കുട്ടികളെ കളികളിലേക്ക് ആകർഷിക്കുന്നതിനും നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ നമ്മുടെ 4-ാം വാർഡിൽ ചെറുവള്ളിയിൽ നീലങ്കോട് ഭാഗത്ത് 70 സെൻറ്റ് സ്ഥലം പഞ്ചായത്തും അതേപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെയും അതേപോലെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുടെയും ഒക്കെ സഹായം കൊണ്ട് പഞ്ചായത്ത് നേരിട്ട് 70 സെൻറ്റ് സ്ഥലം ഏറ്റെടുക്കുകയും ആ സ്ഥലത്ത് ഒരു മിനി കളിസ്ഥലമാക്കി മാറ്റുന്നതിന് വേണ്ടി തൊഴിലുറപ്പ് പദ്ധതിയിൽ അതിനു വേണ്ട ഫണ്ട് മാറ്റിവെച്ചുകൊണ്ട് നല്ലൊരു കളിസ്ഥലമാക്കി മാറ്റാൻ അത് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കേരളോത്സവം ഏറ്റവും നല്ല രീതിയിൽ ഒരുപക്ഷെ നമ്മുടെ പഞ്ചായത്തിനകത്ത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നുമില്ലാത്ത രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ ജനപങ്കാളിത്തത്തോടു കൂടി നമുക്ക് കേരളോത്സവം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. സംസ്ഥാന തലത്തിൽ കഴിഞ്ഞ കേരളോത്സവത്തിൽ നമുക്ക് കലാവിഭാഗത്തിൽ 2ാം സ്ഥാനം, നാടകത്തിനൊക്കെ തന്നെ 2ാം സ്ഥാനം നേടിയെടുക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട്. നമ്മുടെ ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി, ജനകീയ പങ്കാളിത്തത്തോടു കൂടി എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇനി നമുക്ക് പ്രധാനമായി ഏറ്റെടുക്കേണ്ടുന്ന ഒരു വിഷയം. അതിനുവേണ്ടി എല്ലാവരുടെയും സഹായത്തോടു കൂടി നമുക്ക് വരും കാലങ്ങളിൽ ആ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ നമുക്ക് ആത്മവിശ്വാസമുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ഭിന്നശേഷിക്കാരായ ആളുകളെ ആരാലും തിരിഞ്ഞു നോക്കാതെ നിന്നിരുന്നൊരവസ്ഥയാണ്. അവർക്ക് വേണ്ടി പുതിയ സ്ഥാപനങ്ങൾ നമ്മൾ 18 വയസ്സിന് താഴെയുള്ള ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് വേണ്ടി പ്രതീക്ഷ സ്കൂൾ അല്ലെങ്കിൽ ബഡ്സ് സ്കൂൾ സ്ഥാപിച്ചിട്ടുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള യുവാക്കളും യുവതികളുമായ ഭിന്നശേഷിക്കാർക്ക് വേണ്ടി തൊഴിൽ പരിശീലന കേന്ദ്രം BRC അല്ലെങ്കിൽ ബഡ്സ് റിഹാബിലിറ്റേഷൻ സെൻറ്റർ ആരംഭിക്കുകയും ആ കുട്ടികൾക്ക് അല്ലെങ്കിൽ ആ യുവാക്കൾക്ക് നമുക്ക് തൊഴിൽ പരിശീലനം ചവിട്ടി നിർമ്മാണത്തിലും അതോടൊപ്പം തന്നെ നമ്മുടെ പേപ്പർ പേനയുടെ നിർമ്മാണത്തിലൊക്കെ തന്നെ പരിശീലനം നൽകാനും കഴിഞ്ഞിട്ട് ഈ 2 സ്ഥാപനത്തിലും എല്ലാ ആധുനിക സജ്ജീകരണങ്ങളും കമ്പ്യൂട്ടർ അടക്കമുള്ള മുഴുവൻ സജ്ജീകരണങ്ങളും നമ്മൾ കുടുംബശ്രീയുടെയും പഞ്ചായത്തിൻ്റെയും തന്നെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഇതേപോലെ തന്നെ അവരുടെ മുഴുവൻ സ്കോളർഷിപ്പുകളും കൃത്യമായി മാക്സിമം സംഖ്യ നൽകിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിൽ ഒരു ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്തായിട്ട് നമ്മുടെ പഞ്ചായത്തിനെ മാറ്റിയെടുക്കാൻ വേണ്ടി നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. വയസ്സായവരുടെ കാര്യം എടുക്കുക. വയസ്സായവർക്ക് വേണ്ടി ഒരു പദ്ധതി നമ്മുടെ പഞ്ചായത്തിനകത്ത് നേരത്തെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 2 പകൽ വീടുകളാണ് നമ്മുടെ പഞ്ചായത്തിനകത്തുള്ളത്. കാരക്കുന്ന് പകൽ വീട്. അവിടെ വയസ്സായ ആളുകൾ വീട്ടിൽ രാവിലെ മക്കളൊക്കെ തൊഴിലിന് പോയാൽ ഒറ്റപ്പെട്ട് കഴിയുന്ന പ്രായം ചെന്ന ആളുകളെ പഞ്ചായത്ത് അവരെ വാഹനത്തിൽ കൊണ്ടുവരുന്നു. അവിടെ ആവശ്യമായ ഭക്ഷണവും സൗകര്യവും TV-യും എല്ലാം നൽകിക്കൊണ്ട് വൈകുന്നേരം അവരെ തിരിച്ച് വീടുകളിൽ തന്നെ കൊണ്ടുവയ്ക്കുകയാണ്. അവരുടെ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയില്ലാതെ അവരുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് വലിയ രീതിയിൽ അവർക്ക് വേണ്ട ചികിത്സയൊക്കെ അവിടെ തന്നെ നൽകുകയാണ്. ഈ രീതിയിൽ 2 പകൽ വീടുകളാണ് തൃക്കലങ്കോട് ഗ്രാമപഞ്ചായത്തിൽ ഇപ്പോൾ നിലവിലുള്ളത്. നമ്മൾ എല്ലാ ഗ്രാമങ്ങളിലേക്കും ഈ പകൽ വീടുകൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ലക്ഷ്യം. കാരണം ആ ഒറ്റപ്പെടൽ ഒരാൾക്കും പ്രയാസപ്പെടാത്ത രീതിയിൽ എല്ലാവരെയും പകൽ വീട്ടിലേക്ക് കൊണ്ടുവന്ന് വൈകുന്നേരം അവരുടെ വീടുകളിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സംവിധാനം നമുക്ക് എല്ലാ ഗ്രാമങ്ങളിലും നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടി കഴിയും. ഇതോടൊപ്പം തന്നെ അവർക്ക് ആവശ്യമായ കട്ടിൽ ഇല്ലാത്ത ആളുകളൊക്കെ ഉണ്ട് കടന്നുറങ്ങാൻ. അങ്ങനത്തെ ആളുകൾക്ക് ജനറൽ വിഭാഗത്തിനും അതേപോലെ തന്നെ SC വിഭാഗത്തിലുള്ള മുഴുവൻ ആളുകൾക്കും 60 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് നമുക്ക് കട്ടിൽ നൽകാൻ വേണ്ടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ വനിതകളുടെ കാര്യം എടുത്ത് പരിശോധിക്കുക. വനിതകൾക്ക് വേണ്ടി സാധാരണ എന്തെങ്കിലും 1-2 പദ്ധതികൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുകയായിരുന്നു കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കൃത്യമായി അവരുടെ ഫണ്ടും അല്ലെങ്കിൽ പുതിയ ഫണ്ടുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ധാരാളം പദ്ധതികൾ നമുക്ക് ഇതിനകം തന്നെ തുടങ്ങി വെക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്.